മെതിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അല്ല ഇതെന്താ പരിപാടി? ഇവിടെ എത്യോസിന്റെ എഞ്ചിന് സ്വിഫ്റ്റിന്റെ എഞ്ചിന് കറക്റ്റ് ആണെങ്കിൽ ഒരുവിധ എഞ്ചിനൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. സാധനങ്ങൾ ഞാൻ കുറവുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുവോ? അയച്ചു കൊടുക്കും. സാധനങ്ങൾ എന്താ കമ്മിയുള്ള എഞ്ചിൻ അയച്ചു കൊടുക്കും. അപ്പൊ ഇത് ഈ സാധനങ്ങൾ ഫ്രഷ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചും തരും. ഇനിയിപ്പോ സാധനങ്ങൾ അയച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കും ചെയ്യും. അയച്ചു കൊടുക്കും ചെയ്യും. നമ്മൾ വാറന്റി കൊടുക്കും. അതാണ്. ഇനി ചെറിയ കംപ്ലൈന്റ് ഇല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ തീർക്കും. അപ്പൊ എഞ്ചിനുള്ള എല്ലാ പാർട്സും, ഏത് ഡൈനാമോ ആയിക്കോട്ടെ, സ്റ്റാർട്ടിംഗ് മോട്ടർ ആയിക്കോട്ടെ, പമ്പ്, റെയില്, എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വിളിക്കുക. നമ്മള് സാധനം നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വരും, ഇല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ എത്തിച്ചു തരും. വരുത്താൻ പറ്റിയ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് വരുത്തി തരും. നമ്മൾ എഞ്ചിനാണെങ്കിൽ 10 ദിവസം പിടിക്കും. ആ ഡേറ്റ് ഒക്കെ 10 ദിവസം പിടിക്കും എഞ്ചിനാണെങ്കിൽ. കാരണം BRL വരുത്താനുള്ളതാണ്. പേയ്മെന്റ് ആദ്യം ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ വർക്ക് എടുക്കുന്ന ആളാണ് നമ്മള്. ഡൽഹിയിൽ നിന്ന് വരുത്തുക എന്ന് പറയുമ്പോൾ നിങ്ങളെ പേയ്മെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് വരുത്താണ്. ഓക്കെ. അപ്പൊ മുത്തുമണികളെ കുറഞ്ഞ നിരക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇവിടെ വാങ്ങി വെച്ചിട്ട് അതിന് വില കൂട്ടിയിട്ട് തരിക എന്നല്ല, അല്ലെ? ആ ചെറിയ പൈസ നമ്മൾ വരുത്തി കൊടുക്കും. അതാണ്. അപ്പൊ മറക്കണ്ട, ഹോൾസെയിൽ ആയിട്ടുണ്ട്, റീറ്റെയിൽ ആയിട്ടുണ്ട്. രണ്ടും. എല്ലാ സാധനത്തിനും, കാർ പാർട്സ് എല്ലാ സാധനത്തിനും. അത് മാത്രമല്ല നമ്മൾ ഇത് ശരിയാക്കി കൊടുക്കണല്ലോ, എപ്പോഴും ഓഫറിൽ കൊടുക്കണം. സെന്നിന്റെ ചെയ്ത് കൊടുക്കണില്ല. സെന്നിന്റെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെന്നിന് ചെറിയ ടൈറ്റ് ആണ്. എന്നാലും ശരി, സാധനം വന്നോളി, വിളിച്ചിട്ട് വന്നോളി, നമുക്ക് സാധനം എത്തിച്ചു തരും. അപ്പൊ മറക്കണ്ട, ഏത് ടൈപ്പ് ആണെങ്കിലും ഇങ്ങോട്ട് കൊടുന്നാൽ ഈ കിഡിലെ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തരും. 3 മണിക്കൂർ കൊണ്ട് സെറ്റ് ആക്കി തരും.